ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം എല്ലാവരെയും. അപ്പോൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇതാണ് കുടംപുളി ഇട്ട നല്ല നാടൻ ചെമ്മീൻ കറി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ആവശ്യത്തിന് ഉപ്പ് അടയുക, മല്ലിപ്പൊടി 1-2 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ. സാധാ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ എടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾ കേട്ടോ. ഓക്കെ, ഇതിലോട്ട് ഞാൻ നമ്മുടെ ഇഞ്ചി കാണുന്നുണ്ടല്ലോ അല്ലേ, ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി കുറച്ച്, ഇതിന് ഇച്ചിരി നമ്മുടെ വേപ്പില, വേപ്പില കേട്ടോ, വേപ്പില. ഇത് ഇത്ര നമ്മളൊന്ന് എന്താ ചെയ്യണ്ടേ, കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം, നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. മിക്സ് വെൽ കേട്ടോ, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെ ഒക്കെ മണം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് കുറച്ച് റെസ്റ്റ് വേണം. അപ്പോൾ നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഇച്ചിരി മുളക് തിരുമ്മി നമ്മൾ വെച്ചേക്കാണല്ലോ. അപ്പോൾ ഇത് കുറച്ച് മുളക് തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് എടുക്കാനായിട്ട് ഇത് ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മളിത് മൂടി വെക്കുന്നു. പോവലെ ആരും പോവല്ലേ, വെയിറ്റ് ആൻഡ് സീ. ഇനി നമുക്ക് ആ ചെമ്മീൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഒരു 10-15 മിനിറ്റ് അവിടെ റെസ്റ്റ് ആവട്ടെ കേട്ടോ. ഇത് നമ്മുടെ കൊടുംപുളി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, കൊടുംപുളി കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ വേപ്പില, കരിവേപ്പില, കടുക്, ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത്രയും കൊണ്ടാണ് നമ്മൾ നമ്മുടെ നല്ലൊരു കൊടുംപുളി ഇട്ട് വെച്ച നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാം. പാട്ട് പാടണ മാതിരി, പാട്ടിൽ പറയണത് അയില വെറുത്തതുണ്ടേ, കൊടുംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ടേ, ഉപ്പിലിട്ട മാങ്ങയുണ്ടേ, ഉണ്ണാൻ വാ മച്ചുതനെ, അങ്ങനെ പറയണ നമുക്കൊരു കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നേരം നമ്മുടെ ചെമ്മീന് റെസ്റ്റ് കൊടുത്തേക്കാറുന്നു. അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലേക്ക് നമ്മുടെ കൊടുംപുളി ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഒഴിക്കുകയാണ് കേട്ടോ. കൊടുംപുളി ഇട്ട് ഇച്ചിരി വെള്ളം ഇട്ട്, എന്നാലല്ലേ കൊടുംപുളി ചെമ്മീൻ കറി ആവുള്ളൂ. അപ്പോൾ ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, തിളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വെള്ളം വറ്റണ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമ്മൾ ചെറിയൊരു തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനൊന്ന്, അതായത് ചെമ്മീനൊന്ന് കളിച്ച് വന്നിട്ടുണ്ട്. ഇത് ഗ്രേവി ഉണ്ടല്ലോ, ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉണ്ട് കേട്ടോ. എന്താ നല്ല മണമുണ്ടല്ലോ, കറി നല്ല മണമുണ്ട്. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി വറ്റാനുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൂടി വെക്കട്ടോ. ഇച്ചിരി കൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. അപ്പോൾ മൂടി വെക്കട്ടെ കേട്ടോ. മുകളിലേക്ക് അതിൻ്റെ അരിപ്പൊക്കെ പിടിച്ചത് കണ്ടോ. അപ്പോൾ ഞാനത് മറ്റൊരു അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലിച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കടുക് കുട്ടന്മാരിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് ഈ കടുക് കുട്ടന്മാരൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ അവർ പൊട്ടി ഇതാ വരുന്നുണ്ട്. മാറി നിന്നോ രക്ഷ വേണമെങ്കിൽ. അപ്പോൾ അവർ പൊട്ടി വരുന്നുണ്ട്.
അപ്പോൾ പൊട്ടി തീരാറായിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്കാണ് നമ്മുടെ കരിവേപ്പില ഇട്ടു, വേപ്പില ഇട്ടു. ഇനി നമ്മുടെ ചെറിയ ഉള്ളി, കുനുകുനു അരിഞ്ഞ ചെറിയ ഉള്ളി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടോ. നമ്മുടെ ഉള്ളിക്കുട്ടന്മാർ ഇതാ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചും കൂട്ടിയൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഗ്രേവിക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടാണ് നമ്മുടെ എന്താ പറയുക പൊടിക്കേണ്ടത്. ഞാനതിൻ്റെ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചത്. ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ചെറിയ പാത്രത്തിൽ നിന്ന്, അതായത് ചെറിയ ചീഞ്ചട്ടിയിൽ നിന്ന് നമ്മൾ വലിയ ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് കറി തൂത്ത് കഴിക്കാം. ഇച്ചിരി ചോറൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ തൂത്ത് കഴിക്കാം. അപ്പോൾ അതിവിടെ നമ്മുടെ ഞാൻ മാറ്റി വെച്ചതൊന്ന് ഇതാവട്ടെ കേട്ടോ. എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് ഇതാവട്ടെ. നമ്മൾ അത്യാവശ്യത്തിന് അതേ ചാറുണ്ട്, നല്ല കുറുകിയ ചാറുണ്ട്. ഒന്നും കൂടി വറ്റണം. ഓക്കെ, ചെറുതായിട്ടൊന്ന് വറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചെമ്മീൻ മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ്. ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയല്ലോ, ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല ചോറിൻ്റെ കൂടെ നമ്മൾ കഴിക്കുക. അപ്പോൾ നല്ല ആവി പറന്നുകൊണ്ടിരിക്കുന്ന ചൂടാണ്. അപ്പോൾ നല്ലൊരു കൊടുമ്പുളി ഇട്ട ചെമ്മീൻ കറി. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിയുള്ളൂ കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഡിഷ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ചെമ്മീൻ കറി ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഇച്ചിരി ചോറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടുപോലല്ലോ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി ആ ചട്ടിയിൽ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യണുണ്ടോയെന്ന് അറിയില്ല. കുറേ ഞങ്ങൾ വീട്ടമ്മമാർ, ഞാനൊരു വീട്ടമ്മയാണ്, അതുകൊണ്ട് കറിയുടെ ഒക്കെ ബാലൻസ് വരുമ്പോൾ ചട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ അത് തന്നെ നമ്മുടെ ചെമ്മീൻ, കൊടുമ്പുളി ഇട്ട ചെമ്മീൻ. നമ്മൾ ചെമ്മീൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ കണ്ടതാണല്ലോ, കുറേ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ, എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടത് കുറേ ദിവസമായിട്ടാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മറ്റുള്ളവന്. ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ നല്ല സൂപ്പറാണ്. അതായത് നമ്മുടെ എരിവും കഴിഞ്ഞ കൊല്ലത്ത് ഉപ്പിലിട്ട മാങ്ങ കേട്ടോ. ഈ കൊല്ലം നമുക്ക് മാങ്ങയൊക്കെ കുറവായിരുന്നു. അച്ചാറിടാനേ പറ്റുള്ളൂ, ഉപ്പിലിടാനും പറ്റില്ല. അപ്പം കഴിഞ്ഞ കൊല്ലത്ത് ഉപ്പിലിട്ട മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴും ഒരു കേടില്ലാതെ വളരെ നാച്ചുറലായിട്ട് വളരെ എന്താ പറയുക, കണ്ട ഒരു കേടുമില്ല എന്ന് വെച്ചാൽ നല്ല ഇതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മുളകും ചൊറക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചെമ്മീൻ കറി.
അപ്പം എരിവ് ഒന്ന് പിടിച്ചതാട്ടോ. നമ്മുടെ ഈ മാങ്ങയ്ക്ക് നല്ല എരിവുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരണം. എനിക്ക് എരിവ് അത്ര പിടിക്കില്ല. അതിൻ്റെ സൈഡിൽ ഞാൻ ഒരു കാന്താരിമുളക് കൊണ്ടുവച്ചിട്ടുണ്ട്, ചിലപ്പോൾ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, പോയി വരാം. അയില വറുത്തതുണ്ട്, കൊടുപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മറ്റുണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മറ്റുണനെ, അയില വറുത്തതുണ്ട്, കുറുമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, കൊടുമ്പുളി ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മറ്റുണനെ.